everyone, hope you all are doing good and ഗ്രേറ്റ്. ഞാൻ ഈ ഒരു വ്ളോഗ് എടുക്കാൻ കാരണം തന്നെ എനിക്കറിയായിരുന്നു ക്ലാസ്സിൽ പോയിട്ട് കുറേ വർക്കുള്ളൊരു ദിവസമാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് വ്ളോഗിലാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ വെനസ്ഡേ ആയിരുന്നു. വെനസ്ഡേ ഞങ്ങൾക്ക് യൂണിഫോം ഇടണം. യൂണിഫോം എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ യൂണിഫോം ഒന്നുമില്ല. ഈ ഒരു ടീഷർട്ടാണ് ഞങ്ങളുടെ യൂണിഫോം. അപ്പം ആ ടീഷർട്ടിനായിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. വെനസ്ഡേ ആകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. കാരണം വേറെ എന്ത് ഡ്രസ്സ് ഇടണമെന്ന് തപ്പുണ്ടല്ലോ, ടീഷർട്ട് അങ്ങോട്ട് എടുത്തിട്ടാൽ മതി. അങ്ങനെ ക്ലാസ്സിൽ പോയിട്ടുള്ള വർക്കിന് വേണ്ടിയിട്ടുള്ള ചാർട്ടും കളർ പേപ്പേഴ്സും കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് കയ്യിൽ പിടിച്ച് എൻ്റെ കയ്യിൽ ഗ്രീൻ ചാർട്ടും വൈറ്റ് ചാർട്ട് ആയിരുന്നു. ബാക്കി കളർ പേപ്പേഴ്സൊക്കെ സൗബുവിൻ്റെ കയ്യിലായിരുന്നു കേട്ടോ. അങ്ങനെ ഇതൊക്കെ കൊണ്ടുപോയിട്ട് വേണം ക്ലാസ്സിലെത്തിയിട്ട് വേണം ഞങ്ങൾക്ക് പണി തുടങ്ങാൻ. അപ്പോൾ അതേ നേരമില്ലാത്ത നേരത്ത് പോവാണ്. അപ്പോഴാണ് കണ്ടത് ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ്. ആകെ മര്യാദക്ക് കഴിക്കുന്നത് ദോശ ഇഡ്ഡലി ഒക്കെ ഉണ്ടാകുമ്പോഴാണ്. അപ്പം ദോശ ആയിട്ട് ഇനി മിസ്സാക്കണോ എന്നുള്ള രീതിയിൽ ടൈം ഇല്ലാത്ത കൊടുത്ത് പോയിട്ട് ദോശ കഴിച്ചു. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഈ പേപ്പറും ചാർട്ടൊക്കെ പിടിച്ചിട്ട് ക്ലാസ്സിൽ പോകണത്. അല്ലെങ്കിൽ കയ്യും വീശിയപ്പോൾ ബാഗ് തന്നെ ആർക്കോ വേണ്ടി എടുക്കുക എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ പിടിച്ചൊക്കെ പോകണത് കാണുമ്പോൾ മറ്റേ BRKൻ്റെ സ്റ്റുഡൻസ് പോണ പോലെ ഉണ്ടെന്ന്. അങ്ങനെ ഫസ്റ്റ് അവർ ഞങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഈ സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ആ മാമിനെ ഇന്നാണ് കാണുന്നത്. അപ്പം മാം ഇന്ന് വന്നപ്പോൾ എല്ലാവർക്കും ഈ സ്വീറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മാം എന്താ പറയുക PhD ഗ്രാജുവേറ്റ് ആയി. മാം ഡോക്ടറേറ്റ് എടുത്തു. അപ്പം അതിൻ്റെ ഉണ്ടോ Ready, 1, 2, 3, start. Hey watan watan mere आबाद रहे तू, hey watan watan mere आबाद रहे तू, hey watan watan mere आबाद रहे तू, मैं जहाँ रहूँ जहाँ मैं याद रहे तू, मैं जहाँ रहूँ जहाँ मैं याद रहे तू, hey watan mere watan. അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ മെയിൻ പരിപാടി. ഞങ്ങൾക്ക് CSR എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാക്ടിക്കൽസ് ആവതിൽ മാം തന്നൊരു പണിയാണ്, ഒരു CSR ആക്ടിവിറ്റിയാണിത്. ഇൻഡിപെൻഡൻസ് ഡേ തലേ ദിവസമാണ് ഈ വീഡിയോ എടുത്തത്. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് കുറേ വർക്ക് ഉണ്ടായിരുന്നു. എല്ലാ ക്ലാസ്സിലും പോയിട്ട് പാട്രിയോട്ടിക് സോങ് പാടാൻ, അതേപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ കുറച്ച് കാർഡ്സ് ഉണ്ടാക്കാനൊക്കെ. അപ്പോൾ എല്ലാ ക്ലാസ്സിലും പോയിട്ട് പാടാനുള്ളതാണ് ഞങ്ങൾ റിഹേഴ്സൽ ചെയ്യുന്നത്. ഫസ്റ്റ് ലീഡ് ഞാൻ, സെക്കൻഡ് ലീഡ് സൗബു, തേർഡ് ലീഡ് വേറെ ഫ്രണ്ട്. അങ്ങനെ ഞങ്ങൾ മാറ്റിയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു റാസിയിലെ ഏവത്തെന്ന് പറഞ്ഞ സോങ് ഉണ്ടല്ലോ, ആലിയ ഭട്ട് സ്റ്റാർ ചെയ്യുന്ന ആ ഒരു സോങ്ങിൻ്റെ ആ ഒരു വേർഷനാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ചൊക്കെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഇപ്പം CSR അല്ലാണ്ട് ബാക്കി എല്ലാവർക്കും എന്താ പറയുക എന്തൊക്കെയോ ഒരു സെമിനാർ ഉണ്ടായിരുന്നു. അവർ താഴെ മറ്റേ ഇൻഡിപെൻഡൻസ് ഡേ വേറെ എന്തൊരു പ്രാക്ടീസിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അങ്ങോട്ടൊന്നും പോകാൻ വയ്യ, കാരണം ആവശ്യത്തിലേറെ പണി പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ 2 ക്ലാസ്സിലെങ്ങാണ്ട് പാടി. പിന്നെ കുറേ പേര് ആ മീറ്റിങ്ങിനും അവിടെ ഇവിടെയൊക്കെ പോയതുകൊണ്ട് ഞങ്ങൾ അപ്പോഴത്തേന് കാർഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി നിന്നു. കുറേ സ്റ്റാഫിന് മൊത്തം സ്റ്റാഫ്സിന് നമ്മൾ കാർഡ് കൊടുക്കണം. അപ്പോൾ നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു 50 ടോട്ടൽ 48 സ്റ്റാഫാണ് ഉണ്ട് എന്നാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പം എത്ര ആൾക്കാർ വരില്ല എന്ന് നമുക്കറിയില്ല. പക്ഷെ മാം പറഞ്ഞു കറക്റ്റ് 48 കാർഡ് കൊടുക്കണം, ഹാൻഡ് മെയ്ഡ് കാർഡ്സ് അവർക്ക് വിഷയമായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അതൊരു ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു പണി ആയിരുന്നില്ല. കാരണം വെറുതെ സിമ്പിളാക്കി കൊടുക്കാനും പറ്റില്ല, എന്തെങ്കിലുമൊക്കെ ഒരു വർക്ക് അതിൽ വേണം. പക്ഷേ നമ്മൾ ആ ഒരൊറ്റ 2 മണിക്കൂർ കൊണ്ടൊക്കെ 48 കാർഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയാണ്. അപ്പോൾ അതെങ്ങനെയൊക്കെയോ പിന്നെ ഞങ്ങൾ ഇരുന്നിട്ട് ഉണ്ടാക്കി എന്തൊക്കെയോ ചെയ്തിട്ട് കുറേ പേര്. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാവരും വർക്ക് ചെയ്യാൻ കൂടില്ല. നമ്മൾ മൊത്തത്തിലാകെ 7-8 ആളേ ഉള്ളായിരുന്നു. പക്ഷേ ഈ 8 ആളും വർക്ക് ചെയ്യാൻ കൂട്ടില്ല. അങ്ങനെ ഞാൻ പിന്നെ പലരെ കൊണ്ടും ഇത് മുറിപ്പിച്ച് എങ്ങനെയൊക്കെയോ അതൊന്ന് റെഡി ആക്കിയിട്ടെടുത്ത് നല്ല തമാശയായിരുന്നു. കാരണം നമ്മൾ ഇങ്ങനെ കൂടിയിരുന്ന് വർക്കൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ. അങ്ങനെ പിന്നെ നമ്മൾ കുറേ പറ്റുന്നത്ര കാർഡ് ഉണ്ടാക്കി. അപ്പം ഈ വീഡിയോ പിന്നെ സൗബ് എടുത്താൽ തോന്നുന്നുണ്ട്. ഇത് ഞങ്ങൾ ക്ലാസ്സിൻ്റെ തൊട്ടപ്പുറത്ത് വിൻഡോ തുറന്നാൽ ഈ ഒരു തേനീച്ച കൂടാണ് കണ്ടാൽ നമുക്ക് നായി പോവും. അങ്ങനത്തെ ഒരു സംഭവമാണത്. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഉണ്ടാക്കിയ കാർഡ്. ഞാൻ പറഞ്ഞില്ല ഭയങ്കര സിമ്പിൾ. പക്ഷേ ഇതിന് ബാക്കിലും സൈഡിലൊക്കെ അങ്ങനെ കോച്ചൊക്കെ ചെയ്തിട്ട് അങ്ങനെയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ സിമ്പിളാണെങ്കിലും ഇത് ഉണ്ടാക്കാനെടുത്ത ടൈമും എഫേർട്ടും കുറേ ഉണ്ട്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഇങ്ങനെ ത്രെഡും വേറെ കളർ പേപ്പറും വെച്ചിട്ട് ഇങ്ങനെ ബലൂൺസാക്കി ചെയ്തൊക്കെയായിരുന്നു. അപ്പോൾ കുറേ ടീച്ചേഴ്സിന് നമ്മൾ കൊണ്ടുപോയി കൊടുത്തു. ടീച്ചേഴ്സിനെ കൊണ്ടുപോയി കൊടുക്കണം. 2 സ്റ്റാഫ് റൂമുണ്ട്. 2 സ്റ്റാഫ് റൂമിലും പോയിട്ട് ഈ പാട്ടും പാടണം. എല്ലാം കൂടെ മനുഷ്യൻ്റെ തലക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെയായിരുന്നു. കാരണം ഞങ്ങൾ ഈ ഏൽപ്പിച്ച മാം അന്ന് ആബ്സെൻ്റ്. മാമിന് ഇങ്ങനെ അപ്ഡേഷൻ അയച്ചു കൊടുക്കണം, ഇത്ര കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഒന്ന് കഴിയുമ്പോൾ മാം വരും അടുത്ത പണി പോയി ചെയ്യാൻ, ഇത് കഴിയുമ്പോൾ മാം വരും അതും കൂടെ ചെയ്യാൻ. അങ്ങനെ മനുഷ്യന് ഭ്രാന്ത് പിടിച്ചിട്ട് ഇരിക്കുകയായിരുന്നു.
ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളായിരുന്നു. ആ ടൈമിൽ നമ്മളിങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പാട്ട് പാടി തീർച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഉണ്ട്. അതിനിടയിൽ എനിക്ക് വ്ളോഗ് എടുക്കാമെന്ന് പറഞ്ഞാൽ വേറൊരു കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ ഓർമ്മ വരും, വ്ളോഗ് ഉണ്ട് അതിനെന്തെങ്കിലും എടുക്കണമെന്ന്. അങ്ങനെ പിന്നെ പോയി ടീച്ചേഴ്സിൻ്റെ വോക്സ് പോപ്പൊക്കെ എടുത്തിട്ടാണ് നമ്മൾ തിരിച്ച് പോണത്. ഇറങ്ങിയപ്പോൾ തന്നെ ഉച്ചയൊക്കെ കഴിഞ്ഞ് ശരിക്കും നമുക്ക് വെനസ്ഡേ ഉച്ച വരെ ക്ലാസ് ഉള്ളൂ. പക്ഷെ ഉച്ചൻ്റെ ശേഷമാണ് ഞങ്ങൾ മൊത്തം പണിയെടുക്കാൻ നിന്നത്. അങ്ങനെ അത്യാവശ്യം നല്ല ലേറ്റായിട്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം മര്യാദക്ക് ഒരു സാധനം പോയിട്ടൊരു വെള്ളം പോലും മര്യാദക്ക് കുടിക്കാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതന്നെ ഓരോരോ പണി ഇതൊന്ന് തീർക്കാണ്ട് നമുക്ക് എന്താ പറയുക ഫ്രീ ആയിട്ട് ഇരിക്കാനും പറ്റില്ല. കാരണം ഒന്നെങ്കിൽ ടീച്ചർമാർ എവിടെയെങ്കിലും ആയിരിക്കും, സ്റ്റുഡൻസ് ഉണ്ടാവില്ല. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ക്രാഫ്റ്റ് വർക്ക്സ് ഒക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ PPTs ഒക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ കുറേ വർക്ക് ഉണ്ടാവും എന്ന് പറയണേക്കാം. ആ ഒരു വൈബായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് നേരെ PG സ്ട്രീറ്റിൽ പോയിട്ട് ഒരു ബർഗറും ഒരു ഓറിയോ ഷേക്കൊക്കെ ഞങ്ങൾ പാഴ്സൽ മേടിച്ചിട്ട് പിന്നെ റൂമിലെത്തിയിട്ട് നേരെ അത് കഴിച്ചിട്ട് പിന്നെ ഒരൊറ്റ കിടത്തായിരുന്നു ക്ഷീണം കൊണ്ട്.